നിന്നെ ഒന്ന് കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ കൊള്ളൂല്ലേ? സ്വന്തം അമ്മയോട് ഇങ്ങനെ ആണെങ്കിൽ നാട്ടുകാരോടൊക്കെ നീ എങ്ങനെ ആയിരിക്കും? അമ്മേ എന്ത് എടാ ഇവളെന്നെ ചതിച്ചടാ. ചേട്ടാ, ഞാനൊരു സ്നേഹപ്പുക എന്ന് പറഞ്ഞിട്ട് ചന്ദനത്തിരിയുടെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? അത് തുടങ്ങിയിട്ട് അത് അങ്ങനെ ലാഭത്തിലായില്ല. നമ്മളിങ്ങനെ ബിസിനസ്സൊക്കെ പോകുമ്പോൾ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ താഴ്ന്ന് 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 ഉയർന്നു പോകുന്നൊക്കെ വിചാരിച്ചു, പക്ഷെ വന്നില്ല. അത് എന്നിട്ട് അതും കട്ടപ്പൊഹയായല്ലോ. നീ ചെയ്യുന്ന ബിസിനസ് എല്ലാം താഴോട്ടേക്കാണല്ലോ പോകുന്നത്. അത് ബിസിനസ് ആവുമ്പോൾ അങ്ങനെയല്ലേ? അതിനിപ്പം അങ്ങനെ പറ്റിപ്പോയെന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? കടം വന്ന് അത്ര തന്നെ. അപ്പം ഞാൻ അമ്മയുടെ നിന്നൊരു വളം മേടിച്ച് അതിന് വേണ്ടി. ഏതിനു വേണ്ടിട്ട്? അല്ല, ബിസിനസ്സിലേക്ക് വേണ്ടി പണം ഇറക്കി വളം ഉണ്ട്. എടാ മോനെ, അവള് വളം മേടിച്ചല്ലോ, അതിന്റെ മുതലും അടച്ചിട്ടില്ല, പലിശ അടച്ചിട്ടില്ല. അതേ ഇപ്പൊ നോട്ടീസ് വന്നിരിക്കുക. ചേട്ടൻ എനിക്ക് 25,000 രൂപ വരും. അവിടെ നിൽക്ക്. അതിനു മുമ്പ് എനിക്ക് അമ്മയോടാ ചോദിക്കാണ്. ഞാൻ ഈ വീട്ടിൽ തന്നെയാണല്ലോ താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്തിട്ട് ഒരു നിവൃത്തിയില്ലാതെ പൈസ അവിടെ ഇവിടെ നിന്നൊക്കെ പലിശയ്ക്ക് കടം മേടിച്ചുകൊണ്ട് ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന അമ്മ കണ്ടതല്ലേ? ഒരു നെല്ലട സ്വർണം പോട്ടെ, 1,000 രൂപ എനിക്ക് ബിസിനസ് ചെയ്യാൻ അമ്മ തന്നിട്ടുണ്ട്. ഇല്ലല്ലോ? അനുഭവിച്ചോ? നിന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാ. എന്നെ വിശ്വാസം ഇല്ല, മകളെ വിശ്വാസം ഉണ്ടല്ലോ, കൊടുത്തല്ലോ. പുഴുങ്ങി വെച്ചിരിക്കുന്നു സ്വർണ്ണം. ഇപ്പൊ തിരിച്ചു തരും. കയ്യിലോ കാലിലോ വല്ലതും ഉണ്ടെങ്കിൽ അതുകൊണ്ട് വിറ്റിട്ട് പണം എടുത്താൽ മതി. മോളെ വിശ്വസിച്ചിട്ട് മോള് നല്ല പണി തന്നില്ലേ? പണിയൊന്നുമല്ല, ഞാൻ അമ്മയ്ക്ക് വളം എടുത്ത് കൊടുക്കും. നീ എങ്ങനെ എടുത്ത് കൊടുക്കും? ഒരു 25,000 രൂപ എനിക്ക് തായോ. പന്തലേക്ക് പോയി പറടി. ഉണ്ടെങ്കിലും തരുന്നില്ല. ഞാൻ ചേച്ചിയോടല്ലേ ചോദിച്ചത്, ചേച്ചിതാ. അവളുടെ ഇല്ല തരാൻ. കണ്ട, രണ്ടുപേരും തരൂല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ എനിക്ക് തന്നേ പറ്റുള്ളൂ മോളെ. നിങ്ങൾക്കിത് വരണം. നിങ്ങൾ എന്താണോ അമ്മേനെ വിളിക്കുന്നത്? ഞാൻ വിളിക്കും. ഇവിടെ സ്വർണ്ണമൊന്നും എടുത്തു തരാൻ പോകുന്നില്ല. ഈ സ്ഥലോ എന്താന്ന് വെച്ചാ വിട്ടിട്ട് കട അടച്ചു തീർക്ക്. എന്റെ അടുക്കല് ഇനി മേലെ പരാതിയും കൊണ്ട് വന്നേക്കും. ഇങ്ങനൊരു മകനും ഇല്ല, നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അവന് വിഷമായി കാണും. വിഷമായെന്ന് മാത്രല്ല, നല്ല പോലെ വിഷമായി. അമ്മ, ചേട്ടന് നല്ല വിഷമായി അമ്മ. അതെ, ഈ മാല വേണ്ട, ഈ ലോക്കറ്റ് മാത്രം കൊടുത്തു കഴിഞ്ഞാലേ വളെടുക്കാൻ പറ്റും. 25,000 രൂപ. മുക്കോണ്ട. എന്റെ അമ്മ, അവളെ ചെപ്പക്കുറ്റിക്കോക്കിട്ട് ഒന്ന് കൊടുക്ക്. വള വെച്ചത് പോലെ പിന്നെ ലോക്കറ്റും ചോദിക്കുന്ന ചേച്ചിക്ക് എന്താണ്? ഞാനും എന്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നമല്ലേ? അതെ, എന്റെ മരുമോള അവള് കേട്ടാ. അപ്പൊ അങ്ങനെയാ? നിങ്ങൾക്ക് വളെടുത്ത് തന്നാ പോരെ? വളം എടുത്തു തരണം. ഒരാഴ്ച നോട്ടീസ് പീരീഡ് ഇല്ലേ? ഒരാഴ്ച നോട്ടീസ് പീരീഡ് ഇല്ല. തരും. അതിന് മുമ്പ് എനിക്ക് എടുത്തു തരണം. തരും. തരും. ഓ, സ്വസ്ഥത തരുമോ? തരും. ഞാൻ തന്നില്ല, കാണിച്ചു തരും. തന്നെ തരും.